9 വർഷക്കാലത്തെ സർക്കാരിൻ്റെ ട്രാക്ക് റെക്കോർഡ് കൊടുക്കുകയാണെങ്കിൽ സർക്കാർ കുറേ പാലങ്ങളുണ്ടാക്കി, റോഡുകൾ പണിതു, കിഫ്ബി വഴി കുറേ വികസനം കൊണ്ടുവന്നു, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, വലിയ അഴിമതി ആരോപണങ്ങളൊന്നും കേട്ടില്ല. പാളിപ്പോയി നമുക്ക് ഒറ്റനോട്ടത്തിൽ വിശദീകരിക്കാൻ കഴിയുന്ന ഈ സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന സംഗതികളാണ്. അപ്പോൾ ആ സ്ട്രാറ്റജീസിൽ ചേഞ്ച് എടുത്താൽ സർക്കാരിന് അസംബ്ലിയിൽ ഇനിയും സാധ്യതയുണ്ടോ? അതോ ആ സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഗതി അത്ര പെട്ടെന്ന് തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം നമ്മൾ ഈ പറഞ്ഞത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പം ഇന്ത്യയിൽ ഇറങ്ങിയ വിഷം തിരിച്ചെടുക്കാൻ രാഹുൽ ഗാന്ധി കിടന്ന് പെടാപ്പാട് വിടുന്നത് പോലെ അത്ര ഈ സ്ട്രാറ്റജി തിരിക്കാൻ എന്ന് മാത്രം എളുപ്പമാണ്, അതോ അവർക്കത് മറികടക്കാവുന്നതേ ഉള്ളൂ? കേരളം ലോകത്തെ സ്വർഗ്ഗഭൂമിയാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്. കേരളത്തെ ലിവിങ് സ്റ്റാൻഡേർഡ് നല്ലതാണ്, യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ഹ്യൂമൻ ഇൻഡെക്സ് ഒക്കെ നല്ലതാണ്, അത് സത്യവുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിൽ പിണറായി വിജയൻ ഒരു അഡ്മിനിസ്ട്രേറ്റർ നൽകിക്കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല റോഡുകൾ ഉണ്ടാക്കുക, പാലങ്ങൾ ഉണ്ടാക്കുക, അത് കടം വാങ്ങിയിട്ടാണല്ലോ ഉണ്ടാക്കുക. അതിനാണ് കിഫ്ബി തുടങ്ങിയത് തന്നെ. അപ്പോൾ അതൊരു നല്ല സ്ട്രാറ്റജിയാണ്, മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്നത്. കാരണം മലയാളി മൊത്തം മധ്യവർഗ്ഗമാണ് കൂടുതൽ. മധ്യവർഗ്ഗത്തിൽ കാറുള്ളവർക്ക് ഇപ്പോൾ ഹൈവേ വരുന്നത് ഭയങ്കര താല്പര്യമാണ്. ഇപ്പോൾ ഈ ഹൈവേ 2026 ജൂണിനുള്ളിൽ തീർക്കണമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം നൽകിയിട്ട് നിർദ്ദേശം. അതിനർത്ഥം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നല്ല റീച്ചുകൾ, ഒരുപക്ഷെ ഈ വെങ്ങളം റീച്ച് ഒഴികെ ബാക്കി എല്ലാ റീച്ചും തീരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റിൽ എന്തുകൊണ്ട് LDFന് എതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടാകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. മലയാളികൾക്ക് അന്തസ്സ്, ആത്മാഭിമാനം എന്ന് തുടങ്ങിയ വേറെ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് റോഡും പാലവും പെൻഷനും റേഷനും മാത്രം പോരാ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, ഈ ദിലീപിനെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള വിധി വരുന്നത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ ദിലീപിനെ കുറ്റമുക്തനാക്കിയത് കോടതിയാണ്. പക്ഷെ അതിൽ ഈ സർക്കാരിൻ്റെ നിലപാടെന്തായിരുന്നു? എന്തുകൊണ്ട് അയാൾ കുറ്റമുക്തനാക്കപ്പെട്ടു എന്നൊരു ചോദ്യം കേരളത്തിലെ സ്ത്രീ വോട്ടർമാരിൽ ഉണ്ടാവില്ല എന്ന് കരുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇത്രയും വലിയൊരു കുറ്റവാളി, 7 വർഷത്തോളം മാധ്യമവിചാരണ നേരിട്ട ഒരാൾ, സമൂഹം മുഴുവൻ കൈ ചൂണ്ടിയ ഒരാൾ, പകൽ വെളിച്ചത്തിൽ നടന്നു എന്ന് പറയപ്പെടാവുന്ന ഒരു ക്രൈമിൽ 8ാം പ്രതിയായിട്ടുള്ള ഒരാളെ കോടതി പുഷ്പം പോലെ വെറുതെ വിടുന്നതിന് പിന്നിൽ ഈ ഭരണകൂടത്തിൻ്റെ പങ്കൊന്നുമില്ലേ എന്ന് കേരളത്തിൽ സ്ത്രീ വോട്ടർമാർ ചോദിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു പഴയ മുറിവ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ മന്തിപ്പൊട്ടിയിരുന്നു. അത് ഈ പാലത്തായി കേസാണ്. പാലത്തായി കേസ് കേരളത്തിൽ എത്ര വർഷം വിവാദമായൊരു സംഭവമാണ്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് പോലെ തന്നെ മാസങ്ങളോളം കേരളത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് പാലത്തായി കേസ്. ഈ പാലത്തായി കേസിൽ പ്രതി ശിക്ഷിക്കപ്പെട്ടു. അവിടെ പോലും ആ പ്രതി ശിക്ഷിക്കപ്പെട്ടല്ലോ, ഞങ്ങൾ പ്രോസിക്യൂഷൻ അതിൽ പണിയെടുത്തല്ലോ എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ പിണറായി വിജയൻ സർക്കാർ പരാജയപ്പെട്ടു. അവിടെ ആ കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടിയ ഈ സാമൂഹ്യ വകുപ്പിൻ്റെ കൗൺസിലർമാരുടെ വിഷയം അത് വെളിയിലേക്ക് വന്നു. അപ്പോൾ എങ്ങനെയാണ് അവിടെ സർക്കാർ ഈ പ്രതിയുമായി ഒത്തുകളിച്ചത് എന്ന വിവരം കൂടി പുറത്തു വരുന്നു. അപ്പോൾ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട കേസുകൾ വനിതാ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ശബരിമല, അതുപോലുള്ള ഈ കമ്മ്യൂണൽ ഹേട്രഡ് പ്രചാരണം, ഈ പറയുന്ന സ്ത്രീ സുരക്ഷ ഇപ്പോൾ മാത്രമല്ല ചർച്ചയാവുന്നത്, വാളയാർ കേസ് മുതൽ ചർച്ചയാവുന്നതാണ്. അത് പാലത്തായി കടന്ന് നടിയെ ആക്രമിച്ച കേസിലൂടെ അത് ചർച്ചയായപ്പെട്ടിരിക്കുന്നു. അത് കൃത്യമായി ഒരു പൊസിഷൻ സ്വീകരിക്കാൻ, സർക്കാരിൻ്റെ നിലപാട് വിശദീകരിക്കാൻ, ഞങ്ങൾക്കൊരു ഫോളും പറ്റിയിട്ടില്ല എന്ന് പറയാൻ, ഞങ്ങൾ ഈ അതിജീവിതന്മാരോടൊപ്പമാണ് അല്ലെങ്കിൽ ഇരകളോടൊപ്പമാണെന്ന് ആത്മാർത്ഥമായി പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കാരണം അവരുടെ പാളിച്ചകൾ, ഈ കേസ് അന്വേഷണം മുതൽ കേസിൻ്റെ വിധി വരുന്നവരെയുള്ള ഈ 3 കേസുകളിലും വിധി വരുന്നവരെയുള്ള സർക്കാരിൻ്റെ പാളിച്ചകൾ ജനങ്ങൾ ഓർത്തിരിക്കുകയാണ്. അത് പബ്ലിക് മെമ്മറിയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അപ്പോൾ കേരളത്തിൽ വനിതാ വോട്ടർമാരാണ് കൂടുതൽ. അപ്പോൾ വനിതാ വോട്ടർമാരെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് കൺസേൺ ആവുന്ന 3 പ്രധാനപ്പെട്ട സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട കേസുകൾ കേരളത്തിൽ ചർച്ചയായി. അത് ഈ സർക്കാരിന് തിരിഞ്ഞുകുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ റോഡുണ്ടാക്കിയില്ലേ, ഞങ്ങൾ പെൻഷൻ നൽകിയില്ലേ, ഞങ്ങൾ കൃത്യമായി റേഷൻ നൽകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മുടെ ആരോഗ്യമേഖലയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഒരു സംവാദം നടന്നു ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, മെഡിക്കൽ കോളേജുകളിലെ സൗകര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു വീണ ഒരാൾ മരിച്ചതിനെക്കുറിച്ച്, ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ രോഗികൾ മരിക്കുന്നതിനെക്കുറിച്ച്, ആശുപത്രിയിൽ വേണ്ടത്ര ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞൊരു ഡോക്ടർ പുറത്തുനിന്ന് പൊട്ടിക്കരയുന്നതിനെക്കുറിച്ച്, അദ്ദേഹത്തെ സൈബർ ലിഞ്ചിങ് നടത്തുന്നതിനെക്കുറിച്ച്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു മികച്ച അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ 1ാം പിണറായി വിജയൻ സർക്കാർ പേരെടുത്തു വരുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് നയപരമായ വൈകല്യങ്ങൾ, അത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട നയപരമായ പ്രശ്നങ്ങൾ അത് ചർച്ചയായതാണ്. പക്ഷേ അത് കോവിഡ് കാലത്ത് ആളുകൾ മറന്നു. പിന്നീട് ഹെൽമെറ്റ് വെച്ച് പൂച്ചട്ടി വെച്ചടി. അതിനുശേഷം ഈ 2ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനം, അതിൻ്റെ RSSുമായുള്ള കൈകോർക്കൽ, ഒരു ADGP, SP ശ്രീജിത്ത്, ഈ പാലത്തായി കേസിൽ ആരോപണ വിധേയനായ അന്നത്തെ ക്രൈംബ്രാഞ്ച് IG-യാണ് ശബരിമലയിൽ നിന്ന് ഭക്തന്മാരകത്തേക്ക് ഏറ്റെടുന്നുള്ള ആ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനൊരു അധാർമികത ആലോചിച്ച് നോക്കുക. ഈ ഉദ്യോഗസ്ഥർക്ക് എന്ത് സംഭവിക്കുന്നു? ADGP MR അജിത് കുമാർ എവിടെയാണ്? പിന്നെ PV അൻവർ തുറന്നുവിട്ട ഒരു ഭൂതമുണ്ട്.
ആ ഭൂതം PV അൻവറിൻ്റെ മണ്ഡലത്തിലോ അദ്ദേഹത്തിൻ്റെ ജില്ലയിലോ മാത്രമായിരിക്കില്ല അത് ബാധിക്കുക. അത് അക്രോസ് ഓൾ ഡിസ്ട്രിക്ട് അത് ബാധിച്ചിട്ടുണ്ട്. അതായത് PV അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ ഒരു കൺസേൺ, ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ കൺസേൺ ആണെന്ന് വിചാരിക്കുന്ന ജനം മുഴുവൻ ഈ സർക്കാരിനെ തിരസ്കരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഞങ്ങൾ റോഡ് ഉണ്ടാക്കിയില്ലേ, ഞങ്ങൾ പെൻഷൻ നൽകിയില്ലേ എന്ന് MM മണി ചോദിക്കുന്നിട്ടില്ലേ? ശാപ്പാടടിച്ചിട്ട് പെൻഷൻ മേടിച്ച് ശാപ്പാടടിച്ചിട്ട് പിന്നിൽ നൂത്തുന്ന പണിയല്ലേ ഇവന്മാർ ചെയ്തതെന്ന്. അത് ഫ്ലോയിഡിയൻ സ്ലിപ്പ് പോലല്ല, അത് അദ്ദേഹം ആത്മാർത്ഥമായി പറയുന്നതാണ്. ഇങ്ങനെ തന്നെ ഇന്ന് രാത്രി പാർട്ടി ഓഫീസിൽ നിന്ന് പാർട്ടി തെരഞ്ഞെടുപ്പ് വിശകലനം നടന്ന സഖാക്കളുണ്ടാവും എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ദുര്യോഗം. ദിവസം ഒരു കാര്യം കൂടി, ഇപ്പം കാസ പോലെയുള്ള സംഘടനകൾ ശ്രമിച്ചത് എന്താണെന്ന് നമുക്കറിയാം, പക്ഷേ അത് വർക്കായിട്ടില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ മധ്യ കേരളത്തിലെ റിസൾട്ട് പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ കാണുന്ന കാര്യം. പിന്നെ ഇപ്പോൾ മലപ്പുറത്ത് കാണുന്ന റിസൾട്ട് ഇവിടെ പ്രതിപക്ഷം പോലും ഇല്ല. മൈനോറിറ്റിയുടെ ഈ ട്രസ്റ്റ് ഇഷ്യൂ ഫിക്സ് ചെയ്യുക എന്നുള്ളത് എന്തുമാത്രം വലിയൊരു ടാസ്ക് ആയിരിക്കും. അതിനകത്ത് എന്താണ് CPM ചെയ്യാനുണ്ടാവുക? അതിൽ കാസയെക്കുറിച്ച് ഞാൻ മുമ്പ് ഇതിൽ പറഞ്ഞാണ്. കാസയെക്കുറിച്ച് മാധ്യമങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഒരുപക്ഷെ ന്യൂസ് റൂമുകളും രാഷ്ട്രീയ നേതാക്കന്മാരും തെറ്റായി ധരിച്ചിട്ട് എന്തോ വലിയ സംഭവം എന്ന് വിചാരിക്കുന്നതാണ് ചില ബിഷപ്പുമാർ. 7 ആളുകളും 700 ഐഡികളുമുള്ള ഒരു ഏർപ്പാടിൻ്റെ പേരാണ് കാസ. ഞാനത് അക്ഷരാർത്ഥത്തിലാണ് പറയുന്നത്. ഇതിൻ്റെ ഫോർമേഷൻ യോഗത്തിൽ പങ്കെടുത്ത ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചതിൻ്റെ ഇത് എന്നുവെച്ചാൽ കാസയുടെ ഫോർമേഷൻ യോഗത്തിൽ പങ്കെടുത്ത ആളുമായിട്ട് ദീർഘനേരം സംസാരിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് പറയുന്നത്. 7 ആളുകളും 700 ഐഡികളും, 7 വെച്ചാൽ ഈ 7 ആൾക്കും 700 ഐഡി കേട്ടോ, ഫേക്ക് ഐഡി. 7 ആളുകളും 700 ഫേക്ക് ഐഡികളുമുള്ള ഒരു ഏർപ്പാടിൻ്റെ പേര് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ നോക്കൂ, ഫേക്ക് ഐഡി എന്താണ്, ഈ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫോൺ ഫാമിംഗ് എന്ന് പറയുന്നില്ലേ, ബോട്ട് ഫോൺ ഫാമിംഗ്. ഈ ഫോൺ ഫാമിംഗ് മാതിരി ഒരു പരിപാടിയാണ് കാസ എന്ന് പറയുന്നത്. ഈ ക്രിസ്ത്യൻ സമുദായത്തിലാകമാനം എന്താണ് ഈ പറയുന്ന മുസ്ലിം വിരുദ്ധത പടരുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമാകും എന്നൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു. ആ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ CPMൻ്റെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയുന്നു, കേരളത്തിലെ മുസ്ലിം ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് ക്രിസ്ത്യാനികളുമായും ഹിന്ദുക്കളുമായും നല്ല ഇടപഴക്കമുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർക്ക് വേറെ ഏതെങ്കിലും ഒരാളുടെ ഒരു മീഡിയേഷൻ്റെ, ഒരു മോഡറേഷൻ്റെ ആവശ്യമില്ല ക്രിസ്ത്യാനികളായിട്ട് സംസാരിക്കാൻ. പിണറായി വിജയൻ്റെയോ MV ഗോവിന്ദൻ്റെയോ VD സതീശൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെയോ മീഡിയേഷൻ്റെ ആവശ്യമില്ല. സ്വന്തം നിലക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണത്. ഇത് അടിസ്ഥാനപരമായി പൊളിറ്റിക്കൽ ലീഡർഷിപ്പും നമ്മളുടെ ഇൻ്റലിജൻഷ്യയും നമ്മുടെ ന്യൂസ് റൂമുകളും മനസ്സിലാക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത്, ഈ ഉത്തരാധുനിക കാലം എന്ന് പറയുന്നത്, ദിസ് ഈസ് നോട്ട് എ യൂണിവേഴ്സ്, ദിസ് ഈസ് മൾട്ടിവേഴ്സ്. ഇത് മൾട്ടിവേഴ്സാണ്, യൂണിവേഴ്സ് അല്ല. ഒരുപാട് മനുഷ്യരും ഒരുപാട് മനുഷ്യരുടെ ആശയങ്ങളും ആ മനുഷ്യരുടെ ആശയ പ്രചാരണങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. ഞാനിതൊരു ആധികാരികതയുടെ അന്ത്യം എന്നുള്ളതാണ് ഈ കാലത്തെക്കുറിച്ച് പറയാവുന്നത്. കാരണം ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവി, ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു ആങ്കർ, ജനപ്രിയനായ ഒരു ആങ്കർ ഒരു കാര്യം പറയുന്നതോടുകൂടി അത് ആധികാരികമാകുന്നു എന്നത് കഴിഞ്ഞ കാലമാണ്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്നതാണ് ആധികാരികം. ഞാൻ ഒരു കൂട്ടർ മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് മതേതര പാർട്ടി. ഞാനൊരു കൂട്ടർ വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് വർഗീയ പാർട്ടി. അതങ്ങോട്ട് വിശ്വസിച്ച് കൊള്ളണം അല്ലെങ്കിൽ വിശ്വസിക്കും എന്ന് വിചാരിക്കുന്നത് കഴിഞ്ഞു പോയി. അതൊരു അന്ധവിശ്വാസമാണ്. ഈ അന്ധവിശ്വാസം പേറി നടക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകൾ. കാരണം അവർ ആധികാരികതയുടെ ആളുകളാണ്. നമുക്ക് പിണറായി വിജയൻ ഈ ഒരു പത്രസമ്മേളനത്തിൽ, ലോക്കൽ ബോഡി ഇലക്ഷനുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു വാചകം ശ്രദ്ധിക്കണം. ജമാഅത്തെ ഇസ്ലാമികർ എന്നെ വന്ന് കണ്ടു, പക്ഷേ ഞങ്ങൾ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തോ ഇല്ലയോ അത് വേറെ വിഷയം, വസ്തുതാപരം വേറെ വിഷയം. ഞങ്ങൾ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നൊരാൾ പറയുമ്പോൾ അതെന്താണ്? അതിൻ്റെ സന്ദേശം എന്താണ്? ഒരാൾ ഗുഡാണോ ബാഡാണോ എന്ന് നിശ്ചയിക്കുന്ന ആധികാരിക രേഖ ആരാണ്? ഞാനാണ്, ഞങ്ങളുടെ പാർട്ടിയാണ്. അപ്പം ഞാൻ നിങ്ങളെ ഗുഡ് മാൻ അല്ലെങ്കിൽ ഗുഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗുഡ്, ഞാൻ നിങ്ങളെ ബാഡ് എന്ന് പറഞ്ഞാൽ. സോറ മംദാനിയുടെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് മെഹ്മൂദ് മംദാനി, കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായൊരു പുസ്തകമുണ്ട്, അതിൻ്റെ പേര് ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്നാണ്. ഈ ഗുഡും ബാഡുമാക്കി തരംതിരിച്ച് ആധികാരികതയുടെ ശബ്ദമായിട്ട് ആർക്കും നിൽക്കാൻ പറ്റില്ല. ഒരു പാർട്ടിക്കും നിൽക്കാൻ പറ്റില്ല, ഒരു സിദ്ധാന്തത്തിന് നിൽക്കാൻ പറ്റില്ല, ഒരു ന്യൂസ് ആങ്കർക്ക് നിൽക്കാൻ പറ്റില്ല, ഒരു ന്യൂസ് റൂമിന് നിൽക്കാൻ പറ്റില്ല. ഇത് മനുഷ്യർ ചലവില ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മൾട്ടിവേഴ്സാണ്. ഇത് ഈ ആധികാരികതയുള്ള പാർട്ടികൾ
കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക് ഇത് മനസ്സിലാവില്ല. അവർ വിചാരിക്കുന്നത് എന്താ അറിയോ, സർക്കുലർ അനുസരിച്ചാണ് മനുഷ്യർ ജീവിക്കുന്നതാണ്. സർക്കുലർ തിന്ന്, സർക്കുലർ കുടിച്ച്, സർക്കുലർ തലയിണാക്കി കിടക്കുന്ന ഒരു വർഗം, ഒരു സ്പീഷീസ് അല്ല മനുഷ്യർ. അവർ ഒരുപാട് കാര്യങ്ങൾ ഈ മൾട്ടിവേഴ്സിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ആ കാലം കഴിഞ്ഞു എന്ന് ആധികാരികമായ പാർട്ടികൾ, കേന്ദ്രീകൃത സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾ ആദ്യം മനസ്സിലാക്കണം. പല ശബ്ദങ്ങൾ, പല ആശയങ്ങൾ, പല വിധത്തിൽ മനുഷ്യർ ചിന്തിക്കുകയും ആലോചിക്കുകയും ആ ചിന്തകളും ആലോചനകളും പരസ്പരം പങ്കുവെക്കുകയും അതിലൊരു ഇലക്ഷൻ സന്ദർഭം, അതിലൊരു തീർപ്പിലെത്തുകയും അവരുടെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലെത്തുകയും ചെയ്യുന്ന ഒരു കാലമാണ്. അവിടെ എല്ലാ ശബ്ദവും വാല്യൂ ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ CPM ഇവിടെ ചെയ്തെന്ന് വെച്ചാൽ മുസ്ലിം ശബ്ദം എന്നുള്ളത് അത് അപകടമാണ്, അത് തീവ്രവാദമാണ്, അത് വർഗീയതയാണ്, അത് പഹൽഗാം ആക്രമണം പോലെയാണ്, അത് ഹിസ്ബുൾ മുജാഹിദീനാണ്, അത് IS ആണ്, അത് മതരാഷ്ട്രമാണ് എന്നൊക്കെയുള്ള ഈ പറയുന്ന പഴയ വിദ്യകൾ എടുത്തു നോക്കുകയാണ്. അപ്പോൾ അതിലൂടെ എന്താ സംഭവിച്ചാൽ, നിഷാദ് എന്നോട് ചോദിച്ച ചോദ്യം ഇതെങ്ങനെ ഫിക്സ് ചെയ്യുന്നുള്ളതാണ്. അത് ഫിക്സ് ചെയ്യാത്ര എളുപ്പമല്ല. കാരണം ഒരു വലിയ ഗ്യാപ്പ് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, മലപ്പുറത്ത് മുഴുവൻ സീറ്റിലും ജില്ലാ പഞ്ചായത്തിൽ തോറ്റു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമില്ലാതായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. കേരളത്തിൽ ഏറ്റവും മനുഷ്യരുള്ള ജില്ലയാണ്, അത് മനസ്സിലാക്കണം. കേരളത്തിൽ ഏറ്റവും മനുഷ്യർ ജീവിക്കുന്ന ഇടമാണത്. അവിടെ പ്രതിപക്ഷം ഇല്ലാതെ, പ്രതിനിധികളില്ലാതെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി നിൽക്കുകയാണ്. എന്നാൽ നിസ്സാരമായ ഗ്യാപ്പല്ല അത്. ആ ഗ്യാപ്പ് നികത്താൻ MP ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം സാധ്യമേ അല്ല. കാരണം അദ്ദേഹത്തിൻ്റെ തിങ്കിങ് പാറ്റേൺ എന്ന് പറയുന്നത് വേറൊരു സംഗതിയാണ്. അത് ഇപ്പോഴും സോവിയറ്റ് യൂണിയൻ തകരുകയില്ല, കാരണം മനുഷ്യൻ കുരങ്ങനിലേക്ക് തിരിച്ചു പോവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നൊരു കാലമുണ്ടല്ലോ. ആ കാലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ കാലം മാറിയിട്ടുണ്ട്, ഈ ലോകം മാറിയിട്ടുണ്ട്. ഞങ്ങളൊരു കൂട്ടരെ പൈശാചികവൽക്കരിച്ചാൽ നിങ്ങളെല്ലാവരും പൈശാചികവൽക്കരിച്ച് കൊള്ളണം എന്ന് നടക്കില്ല. പക്ഷേ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇവരൊരു കമ്മ്യൂണിറ്റിയെ പൈശാചികവൽക്കരിച്ച് കഴിഞ്ഞു. ഇനി അതെങ്ങനെയാണ് അവരുമായിട്ട് ഒരു റീകോൺസിലിയേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് അവരാണ് ആലോചിക്കേണ്ടത്. അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം LDFന് ഉണ്ടായിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിശകലനത്തിൽ പറ്റിപ്പോയ പ്രശ്നമാണെന്ന് വിചാരിക്കാൻ വയ്യ. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് എന്ന് വിളിക്കുന്ന സംഗതികൾ പലതരത്തിൽ സർക്കാരിന് അപകടം ഉണ്ടാക്കി എന്നുള്ളത് ഉറപ്പാണ്. ഈ കളി കൊണ്ടൊരിക്കലും LDF എന്ന് പറഞ്ഞാൽ അത് മുന്നോട്ട് വെക്കുന്ന ഒരു ഇടതുപക്ഷ പുരോഗമനവാദമുണ്ട്, അതിനപ്പുറം പോയിട്ടുള്ള കളികൾ കളിച്ചിട്ടുണ്ട്. ആ കളി ഒരിക്കലും ഗുണപ്പെടില്ല എന്ന് ഒരുപാട് തവണ അഭിപ്രായപ്പെട്ട ഒരു ഷോ കൂടിയാണ് ഈ ഷോ. അപ്പോൾ ഈ ദിവസവും നമുക്ക് അത് തന്നെ പറയേണ്ടി വരുന്നു. CPIM ഈ ദിവസവും തിരുത്തുന്ന മട്ട് കാണുന്നില്ല. LDFിൻ്റെ രാഷ്ട്രീയം പറയട്ടെ, CPIM അതിൻ്റെ രാഷ്ട്രീയം പറയട്ടെ, UDF അതിൻ്റെയും. അതിനപ്പുറത്തുള്ള കളികൾ അംഗീകരിക്കാനും എടുക്കാനും കഴിയുന്ന ഒരു നിലയിലേക്ക് കേരളം ഇനിയും പരുവപ്പെട്ടിട്ടില്ല എന്നെല്ലാവർക്കും പഠിക്കാനുള്ള ഒരു ദിവസമാണിന്ന്.